ശങ്കു എന്തോ ഇങ്ങനെ ആരെയും വിളിക്കാറുണ്ടോ? ചെലപ്പോ അമ്മൂമ്മ അങ്ങനെ വിളിക്കാ. ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി മുതൽ ശങ്കു എന്ന് വിളിക്കാം. എത്ര പേരാ ശങ്കര? ശംഖുപുത്ര. അതെ, ഇത് പറയണ്ട, എന്റെ ചേട്ടന് ഇനി ഇതിനേക്കാളും കൂടുതൽ പേരുകൾ വെച്ചിട്ടുണ്ട്. ചേട്ടനോ? ഓഹോ, എന്തൊക്കെയാണ് ചേട്ടൻ എന്തൊക്കെ പേരില വിളിക്കാറ്? 2 പേര് പോരട്ടെ. അതെ അതെ. അത് കങ്കാലെന്നാ വിളിക്കുന്നത്. കങ്കല കങ്കാരു? അല്ലല്ല, കങ്കാരുമല്ല, കങ്കൽ. അത് ചേട്ടൻ എന്റെ പേര് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിളിക്കുന്നതാ. ആണല്ലേ? കങ്കലോ? ശങ്കറിനെ കങ്കാലെന്ന്. അപ്പൊ ചേട്ടന് ഇതേപോലെ തന്നെ മനസ്സിലായോ? വളരെ ചേട്ടനൊന്ന് പരിചയപ്പെടണമല്ലോ. അല്ല, ഇവരുടെ വീട്ടില് ഞാനിപ്പോ ആലോചിച്ച് നോക്കുക. എടാ ശിവശങ്കര, ഞാൻ നിന്നെ ഒരു ഇരട്ടപ്പേര് വിളിക്കാൻ പോവാ. അപ്പൊ ഇവൻ ശരി ശരി ചേട്ടാ വിളിച്ചോളൂ. അവൻ കങ്കാൽ. ചിരിക്കാതെ വരുമ്പോഴേ ചിരിക്കൂ. ഒന്ന് ചിരിക്കൂ ചേട്ടാ. ഇതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പേര്? അത് നിന്റെ പേര് ഞാൻ ട്രാൻസ്ലേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അച്ചടി ഭാഷയിലാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ചിരിക്കാം. 1 2 3. 4 ശങ്കും ചിരിച്ചു. പ്രേക്ഷകര് നമ്മുടെ മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓഡിയൻസ് ചോയ്സ്. അപ്പൊ ഓഡിയൻസ് ചോയ്സിലാണ് നമ്മൾ ഇനി ഒരു കുട്ടിത്താരത്തിന് ഇവിടെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം വൈദേഹി ഓൺ സ്റ്റേജ്. കഴിഞ്ഞ എപ്പിസോഡില് മാളികപ്പുറക്കെ വന്ന് ഞങ്ങളൊക്കെ ഞെട്ടിച്ചല്ലേ സാർ? മക്കളെ, ഇപ്പോഴും ആ പാട്ടെന്റെ ചെവിയിലിരിക്കും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ഞാൻ വന്നപ്പോ മുതല് ശ്രീകുട്ടനങ്ങൾ അതാ പറഞ്ഞോണ്ടിരിക്കണേ. അസാധ്യമായിട്ട് പാടിയെന്ന്. ഇവളൊരു വലിയ പാട്ടുകാരിയാവും. കാരണം വേറൊന്നുമല്ല, അവൾ ഇത്ര ചെറു പ്രായത്തിലെ പെർഫെക്ഷൻ ആണ്. അവിടെ കൈ മുതൽ. വെരി ഗുഡ്. ഏത് പാട്ടാ നമ്മൾ പാടുന്നേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.